ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇന്ന് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ പേരൊക്കെ ലോങ് വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇവർ രണ്ടുപേരും എന്താക്കുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ചിരി. കുഞ്ഞിനുകുട്ടി ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ച് കാണിച്ചേ. പിന്നെ പല്ലൊന്ന് കാണിച്ചേ, പല്ല് ചേട്ടനോടൊന്ന് പല്ല് കാണിക്കാൻ പറഞ്ഞേ. കുഞ്ഞിന് ചേട്ടനോട് പല്ല് കാണിക്കാൻ പറഞ്ഞേ. ചേട്ടന് പോരൂത്തല്ലേ? കുഞ്ഞോളെ ഞാൻ ഇറക്കി വിടൂ കേട്ടോ. ചേട്ടനെ പോരൂത്തെ കുറേ ഒക്കെ ചോദിക്കും. അയ്യോ വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞിനെ ഞാൻ മടിയിൽ ആദ്യം കയറ്റി വെച്ചിട്ട് അത് പിടിച്ചില്ല, അപ്പത്തൊട്ട് തുടങ്ങിയതാ. ഇത് വരട്ടെ, ഇത് രണ്ടിനും കൂടെ കളിച്ചോ. കളിച്ചോ. ഇനിയിപ്പോൾ അതിന് പിടിയും. രണ്ടിനെയും കൊണ്ട് വീഡിയോ ചെയ്യൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയാൻ കുറേ കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, മനസ്സിലേക്ക് വരുമോയെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടും കൂടെ ഇടിയും കുത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണിക്കുട്ടനാണ് ചുന്ദരൻ. എൻ്റെ കുഞ്ഞുണ്ണിക്കുട്ടൻ ചുന്ദരൻ. ചുന്ദരനൊന്ന് നോക്കിയേ ഇങ്ങനെ. കുഞ്ഞോട് ചുന്തിരിക അല്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന് വേറെ എന്തെങ്കിലും കളിപ്പാട്ടം എടുത്തോണ്ട് വാച്ചല്ലേ? ചേട്ടയ്ക്ക് എന്തെങ്കിലും എടുത്തോണ്ട് വാ കേട്ടോ. ചേട്ടന് ഇഷ്ടമുള്ള എടുത്തോണ്ട് വരണേ. എന്താ എടുത്തോണ്ട് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ ചുമ്മാ ദേവി അല്ലെങ്കിലും വീട്ടിലിരുന്ന കോലത്തിലൊക്കെയാണ് വരാറുള്ളത്. പിന്നെന്താ പറയുക, ലോങ് വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ലോങ് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു വരുമാനം കിട്ടുള്ളൂ. പക്ഷേ ലോങ് വീഡിയോയിൽ ഭയങ്കര ഒരു ചടങ്ങ് തന്നെയാണ്. കുഞ്ഞിനുകുട്ടന് ഒരു മാമൻ എന്താണ് ഇനി എന്നാ വരുന്നത്, ദുഃഖ വെള്ളിയാഴ്ചയോ എന്തൊക്കെയോ വരുന്നില്ല, ഈസ്റ്റർ. അപ്പോഴത്തേനും ഡ്രസ്സ് എടുക്കണം, അതിട്ട് യൂട്യൂബിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കൂടെ ഒരു മാമൻ ഒരു ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിട്ട്, പൈസ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോയി കുഞ്ഞിനുമുത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. കുഞ്ഞിനുമുത്തിന് എന്താ പറയുക, അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെങ്ങും പോകുന്നില്ലല്ലോ, അതൊന്നും കേടായിട്ടൊന്നുമില്ല. പിന്നെ വീട്ടിലിടുന്നതാണ് കുറച്ച് കേടായിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആൾക്ക് നാളത്തെ വീഡിയോയിൽ തന്നെ കാണണം എന്ന് പറഞ്ഞു. അതൊക്കെ അവരുടെ ഒരു സന്തോഷങ്ങളല്ലേ അല്ലേ? ഇതാണ് എടുത്തോണ്ട് തന്നേ. കുഞ്ഞിനുമുത്തിനെ എന്താ പറയുക, നമുക്കല്ലാതെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വേറെ ഒരു എന്താ പറയുക ബാക്ക് സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എനിക്കതാണ് സന്തോഷവും. നമ്മളല്ലാത്തതൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇറക്കിയിരുത്താം. ചേട്ടൻ എനിക്കിരുത്താം. അൻകുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളാണ്. കുഞ്ഞിന് കുട്ടി താഴെ ഇരിക്കുമോ? താഴെ. എല്ലാവരും അൻകുട്ടിനെ കളിയാക്കും. എല്ലാവരും കളിയാക്കും. ഇതുണ്ടോ, എല്ലാവരും കളിയാക്കട്ടെ. നാണം വെച്ചേരെ അൻകുട്ടീനെ നാണം വെച്ചേരെ. ചാടിപ്പോടെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. ചേട്ടന് കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് എന്നാ ഇത് കുഞ്ഞുകുട്ടനെടുക്കാം, അത് അൻകുട്ടി കൊടുത്താലേ. അൻകുട്ടീന്നൊന്നും പറയലില്ല കേട്ടോ, കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോങ് വീഡിയോ ഇട്ടാൽ നമുക്കൊരു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അതിന് പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അല്ലേ കുഞ്ഞിനുമുത്തേ? ഞാൻ മുഖം പോറിയിരിക്കുന്നേ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോഴാണ് സത്യം പറഞ്ഞ കുഞ്ഞിനുമുത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയത്. ഇപ്പോൾ 12:15 സമയം. കുഞ്ഞിന് ചേട്ടന് പോരൂത്തേണ്ടല്ലോ, അടി കേട്ടോ, അടി. ചേട്ടൻ ദേഷ്യം വന്നോ പോണ്ടോ? ചാടിപ്പാട് എടുത്ത് കൊടുക്കോടാ. ഇന്ന് രണ്ടും കൂടെ പിടിയും വലിയ അല്ലേ? ഭയങ്കര സ്നേഹം. അൻകുട്ടിക്ക് ഉറക്കം വന്നിരിക്കുന്നതിന്റെ കുറുമ്പുകളാണ് കേട്ടോ. കുഞ്ഞുകുത്തി ഒന്ന് ചിരിച്ചേ, പല്ലൊന്നും ഇല്ലാത്ത മോനെ ഒന്ന് കാണിച്ചേ. ചിരിച്ചടാവേ. അപ്പൊ പിന്നെ ചിരി ചിക്കട കള്ള കിക്കട കൊട്ടിയാലും ചിരിച്ചോളാം. ചിരിക്കട പള്ളിയില്ലാത്ത മോനൊന്ന് കാണിച്ചടാ. എനിക്ക് ആദ്യമൊക്കെ എന്തോ ഒരു സങ്കടമായിരുന്നു ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ടോ. ഇപ്പൊ ഓക്കെ ആയിട്ടോ. ഞങ്ങൾ ഓക്കെ ആയിട്ടോ. തൊണ്ണൂറ്റി പിള്ളേര് 2 പേര് വരും. അമ്മട്ടി 90 പിള്ളേര്. തമ്പുരുക്കുട്ടൻ വരാറായി. ഉച്ചവരെ ഉള്ളൂ കേട്ടോ പരീക്ഷ. പിന്നെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ കുത്തിയൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ അല്ലേ. അപ്പം നെഗറ്റീവ് കമൻറ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വരാറില്ല. വന്നാൽ തന്നെ ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. അതെടുത്ത് പൊക്കി പിടിച്ച് മറ്റൊരു വീഡിയോ ആക്കാനായിട്ട് എനിക്കിപ്പോൾ തോന്നാറില്ല. പിന്നെ വല്ലാതെ ഇങ്ങനെ കുറേ തവണയായിട്ട് വന്ന കമൻറ്റൊക്കെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് വന്നെന്ന് കരുതി. ആളുകൾ പലവിധമാണല്ലോ. അപ്പം അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ അതിനൊരു വീഡിയോ ആയിട്ട് ഇട്ട് അതിലൂടെ മറ്റൊരാളെ കുത്തി പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇവിടെ കുത്തി പറയാൻ പോയിട്ട് ഇവിടെ നേരെ ചൂട് പറയാൻ സമയമില്ല. ഈ 2 കുരുപ്പുകളെയും വെച്ചോണ്ട് എടാ ചേട്ടൻ്റെ ഇതെടുത്തോണ്ട് കൊടുക്കടാ കുറുമ്പേ. നീ അൻവിക്കുട്ടി കുശുമ്പി എന്ന് എല്ലാവരും പറയട്ടെ. കുഞ്ഞിന് ചേട്ടൻ എടുത്തോണ്ട് കൊടുക്കടാ.
കുഞ്ഞിനുമുത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താ പറയുക, എൻ്റെ കുഞ്ഞിനുമുത്തിന് ഞാൻ അത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നത്, ഇത് ചെയ്തുകൊണ്ടാണ് മാറ്റം വന്നത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതിനെയൊക്കെ പറ്റി കുത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ. കാരണം നമ്മളെന്നൊക്കെ പറഞ്ഞ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരും. ഇപ്പം തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പൈസ ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സഹായം ഒന്നും കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് മാറ്റം വരുത്താം എന്നൊരു ഇത് തെളിയിക്കുകയാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും ഇപ്പോൾ സഹായം കിട്ടിയാണ് ജീവിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. സഹായം സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് കുഞ്ഞിനെക്കുണ്ട്. ഒരുപാട് അമ്മമാർ പറയാറുണ്ട് കുഞ്ഞിനുമുത്തിന് മാറ്റങ്ങൾ കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലെന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നതെന്നൊക്കെ. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു വട്ടം ഞാൻ എന്തോ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരില്ല എന്നൊരു ടോക്ക് കേട്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറ്റം വരും, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും. പിന്നെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ അവസ്ഥയാണ്, അത് ശരിയാണ്. എത്ര ശ്രമിച്ചാലും പറ്റില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലേ. നമ്മളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് വിടെയാണ്. ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നതിനെ പറ്റി പറയുന്ന കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി കേട്ടോ. കാരണം ഞാനൊക്കെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, കുഞ്ഞിനുമുത്തിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയി കസേര ഇട്ടിരുന്നിട്ടുണ്ട് കുഞ്ഞിനുമുത്തിൻ്റെ കൂടെ. ചെന്ന് എടുത്തോ, അത് പോയി എടുത്തിട്ട് വാ, പോയി എടുത്തിട്ട് വാ. ചെല്ല് പോയി എടുത്തിട്ട് വാ. കസേര ഇട്ട് മണിക്കൂർ ഇരുന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് പറയുമ്പോൾ ഇച്ചിരി കൂടി പോകും അല്ലേ. എന്നാലും ഒരു ബാത്റൂമിൽ പോയി നമ്മളൊരു കസേര ഇട്ടിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ കുറേ സമയം ഇരുന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ കുഞ്ഞിനുമുത്തിന് ആ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമൊക്കെ ഞാൻ വരുത്തിയെടുത്തത്. ഇപ്പോൾ കുഞ്ഞിനുമുത്ത് ഏകദേശം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അവന് അറിവില്ല. അപ്പം ഇങ്ങനെ നമ്മൾ 45 മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു സമയം വെച്ചെല്ലാം ഫുഡ്, എല്ലാ കാര്യങ്ങളും, തെറാപ്പി കാര്യങ്ങൾ, ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം. നമ്മൾക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പം എനിക്ക് അൻവിക്കുട്ടിയുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്കാണ്. ഇപ്പോൾ ഇതേ 12:15 ഞാൻ പറഞ്ഞില്ല, ഇത്ര സമയം നമ്മൾ അൻവിക്കുട്ടിക്ക് അതിൻ്റെ ഇടയിൽ കൂടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. കുഞ്ഞിനുമുത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സമയം കണ്ടെത്താനായിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ഞാൻ കണ്ടെത്തുന്നത്. ചേട്ടൻ ഇത് എടുത്തോണ്ട് റിങ് എടുത്തോണ്ട് റിങ്. ഇല്ല അമ്മ ചേട്ടനെ എടുക്കൂലടാ, ചേട്ടനെ എടുക്കൂല. അപ്പം അൻകുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ അങ്ങ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ തമ്പുരു വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ആ തിരക്കുകളാവും. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ അപ്പം ഞാൻ ഇപ്പം തന്നെ എടുത്ത് വെച്ചേക്കാന്ന് വെച്ചത്. അപ്പത്തേനും ഇവിടെ രണ്ടും കൂടി അലമ്പാണ്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കൊരു ബോധമില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇതിൻ്റെതായ അർത്ഥത്തിൽ പറഞ്ഞു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് രണ്ടും കൂടി ഇടിയാണ് കേട്ടോ ഇവിടെ. ഇതാ കുഞ്ഞിനുമുത്തിയും കൂടി നോക്കി. ചേട്ടനെ പേടിപ്പിക്കാണോ? ആ ചേട്ടനും കൂടി കൊടുക്ക. എടാ ചേട്ടയ്ക്കും കൂടെ കൊടുക്കടാ. തൊല്ലിപ്പൊളിനെ കൊണ്ടൊക്കെ ഉണ്ടതാ. കുഞ്ഞോളൊരു കാര്യം ചെയ്തേ, ആ മറ്റേ ഇതില്ലേ പന്ത്, അതെടുത്തോണ്ട് കൊടുക്കും ചേട്ടന്. അതിൻ്റെ അകത്തൊരു ബോളുണ്ടല്ലോ, ബോള്. കുഞ്ഞിനും കൂടെ ഇത്രയും നേരം അതിവിടെ കിടന്നപ്പോൾ വേണ്ടായിരുന്നേ. അൻകുട്ടി എടുത്തപ്പോൾ അത് വേണം. അതേ കരടീനെ എടുത്തോണ്ട് കൊടുക്കാവോ ചേട്ടന്? അതേ കരടി, ടിവിയുടെ അവിടെ ഇരിക്കുന്ന കരടീനെ. കുഞ്ഞിനെ അതിലും വലിയ വിരുദ്ധനാണ് കേട്ടോ. അത് ആ സമയത്ത് പോയി തപ്പി പറിച്ചോണ്ട് പോയതുണ്ടോ. എടാ അയ്യോ പാവം ചേട്ടാ, ഞാൻ കരയും ചേട്ടനെ അടിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ കരയും ചേട്ടനെ അടിച്ചു. അമ്മ കരയും. പാവല്ലേ ചേട്ടൻ. ഒരു ഉമ്മ കൊടുത്തേരെ കാലേല്. ഓ അല്ലേ ഭയങ്കര നോട്ടമൊക്കെ ആണല്ലോ. വേണ്ടടാ, പാവം ചേട്ടാ. അയ്യോ പാവം പാവം. ഞാൻ കരയും അമ്മ. ചേട്ടാ നമുക്ക് കൂട്ടുകൂടണ്ട കേട്ടോ ഇനി അൻവിക്കുട്ടിയോട്. കൂട്ടുകൂടണ്ട കേട്ടോ കുഞ്ഞിനുകുട്ടി. ചേട്ടനില്ല പുറം വഴിയാണ് തൊഴിക്കണ അൻവിക്കുട്ടി. രണ്ടും കണക്ക് തന്നെയാണ് അല്ലേ. അൻവിക്കുട്ടി തെറിച്ച് ഭിത്തിയിൽ പടാവാറുണ്ട് ചിലപ്പോൾ ചേട്ടൻ്റെ തൊഴി ഇട്ടിട്ട്. ചേട്ടന് ദേഷ്യം വരുന്നുണ്ട്. കുഞ്ഞിനുകുട്ടിന് ദേഷ്യം വരുന്നുണ്ടോ? അമ്മ അത് കൂട്ടി വേറെ വാങ്ങിച്ചു തരാവേ. അതേ തന്നല്ലോ, അതേ കുഞ്ഞിന് തന്നല്ലോ. മിടുക്കി കുട്ടിയാ മേട വെച്ച്. മാമേനെ വേണോ? മാമേനെ കാണിച്ചു തരാം കേട്ടോ.